ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം എന്നാണ്. ഓൾറെഡി ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ലൊരു ഐറ്റമാണ് ഇത്. അപ്പം ചില്ലി ചിക്കന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലില്ലാതെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ എല്ലില്ലാതെ എടുത്തേക്കുന്നത് ഇടയ്ക്ക് ചെറിയ 1-2 കഷ്ണം ഇങ്ങനെ ചെറുതായിട്ട് എല്ലുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് കോൺഫ്ലോർ, അതായത് ചോളപ്പൊടി, കോൺ സ്റ്റാർച്ച് എന്നും പറയും. ഈ സ്പൂണിന് ടേബിൾ സ്പൂൺ ആണ്, കുതുമ്പെ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നിട്ടാൽ മതി. പിന്നെ വേണം സോയാ സോസ്. സോയാ സോസ് ഒക്കെ ഇതിന്റെ മെയിൻ ആണേ. ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് എടുത്തേക്കുന്നത്. ഡാർക്കോ ലൈറ്റോ ഏത് വേണേലും യൂസ് ചെയ്യുക. അതനുസരിച്ച് ഇച്ചിരി അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഒത്തിരി പൊടിയായിട്ടല്ലാതെ ചതച്ചിട്ടാലും നല്ലതാണേ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചില്ലി സോസ്, അതും ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ. അപ്പൊ ചില്ലി സോസ്, സോയാ സോസ്, ഇതിനകത്തൊക്കെ ഉപ്പിന്റെ കണ്ടന്റ് ഉണ്ട്. അത് മനസ്സിലാക്കി ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് വേണ്ടി വരും എങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ എന്താ, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കണ്ണോപ്പയ്ക്കകത്ത് ഇട്ട് വെച്ച് വെള്ളം കളയണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. ഇതിപ്പോൾ കണ്ടോ, ഒട്ടുമേ വെള്ളമില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒത്തിരി ചേർക്കണ്ട. അപ്പം ഇത് മാരിനേറ്റ് വെച്ച് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണേ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് വറുത്ത് കോരി എടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. സാധാരണ ചില്ലി ചിക്കൻ അതുപോലെ നന്നായിട്ട് എണ്ണ ഒഴിച്ച് വറുത്ത് കോരിയാണ് എടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഒന്ന് തിരിച്ചിടാം. അപ്പോൾ അതാ തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ട് ഫ്രൈ ആയി. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കില്ല കേട്ടോ. നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ഒത്തിരി വേണ്ട, കാരണം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതല്ലേ, അപ്പോൾ അതിൽ നിന്ന് എണ്ണ ഇറങ്ങും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്. വെളുത്തുള്ളി ഇത്തിരി കൂടിയാലും പ്രശ്നമില്ല. 3 പച്ചമുളക്. എരി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് മൂത്ത് വരട്ടെ. ഇതെന്താ ഒത്തിരി അങ്ങ് വയലുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഒരു സവോള 4 ആക്കിയിട്ട് ഇങ്ങനെ ഓരോ ഇതളാക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ അതേ അളവിൽ തന്നെ ക്യാപ്സിക്കം. ഞാൻ മഞ്ഞ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പച്ച എടുത്തിട്ടുണ്ട്. അപ്പം കളറുകളാവുമ്പോൾ നമുക്ക് വെറൈറ്റി കളറുകൾ കാണാൻ ഒരു ഭംഗി കിട്ടും. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ഇളക്കണം. ഒത്തിരി അങ്ങ് വാടിപ്പോയി നമുക്ക് ആ പച്ച കടിക്കാൻ കിട്ടണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അതും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ചതച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത് 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് വെള്ളം ചേർക്കണം. ഇത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏതാനും ടേബിൾ സ്പൂൺ വെള്ളം മതി. സെമി ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇച്ചിരി കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഒഴിക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചിക്കനകത്തുണ്ട്, അതുകൊണ്ട് ഇതിനകത്തേക്ക് വെജിറ്റബിൾസിന് വേണ്ടി ആവശ്യമായ ഇത്തിരി മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേരെ. തിളച്ച് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ്റെ പീസ് ഒത്തിരി വലുത് വേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതുമായിട്ട് കിടന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് കോൺ സ്റ്റാർച്ച് കലക്കി വെച്ച വെള്ളമാണ്, അതായത് കോൺഫ്ലോർ, ചോളപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചോളപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതാ. അത് നമുക്ക് എത്രയും കട്ടി വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയുടെ കൊഴുപ്പൊക്കെ നമുക്ക് തീരുമാനിക്കാം എത്രയും വേണമെന്നേ. ഇതിന് ഉള്ളിത്തണ്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടണേ, നല്ല ടേസ്റ്റ് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഗ്രേവിയുടെ തിക്ക് എത്രയും വേണോ അതനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഈ പരുവത്തിൽ ഓഫ് ചെയ്യുവാണേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.